നിലപാടുള്ള ഒരു സ്ത്രീ അന്നും ഇന്നും സമൂഹത്തിന്റെ വേട്ടമൃഗം തന്നെയാണ്. അത് സാധാരണക്കാരി ആയിക്കൊള്ളട്ടെ, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നവളായിക്കൊള്ളട്ടെ, യാതൊരു മാറ്റവുമില്ല. ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, MBBS ബിരുദമുള്ള ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങി പുറത്തിറങ്ങിയ ദിവ്യ എസ് അയ്യർ എന്ന സ്ത്രീയാണെന്ന് ഓർക്കണം. സ്വന്തം പ്രൊഫഷനും കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് പുരുഷനെ സംബന്ധിച്ചൊരു വെല്ലുവിളിയല്ല, പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. അതിന് വീട്ടുകാര്യങ്ങൾ നോക്കാനും കുട്ടികളെ നോക്കാനും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് കുടുംബത്തെ പറ്റി ചില മാനസിക അങ്കലാപ്പുകൾ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു കൊണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയും നിലപാടെടുക്കാൻ പാടില്ല എന്നതുവരെ ശരി. എന്നാൽ അതിന്റെ പേരിൽ ഏറ്റവും നന്നായി അറിയുന്ന, ഏറ്റവും അടുത്ത തൊഴിൽപരമായും സൗഹൃദപരമായും ഇടപെട്ടിട്ടുള്ള ഒരാളുടെ ഉയർച്ചയിലോ നന്മയിലോ രാഷ്ട്രീയവും തൊഴിലും മാറ്റിവെച്ച് അഭിനന്ദിക്കുന്നത് സഹജീവി സ്നേഹം കൂടിയാണ്. സഹജീവികളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിയുടെ പേര് എപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ ദിവ്യയുടെ ഭർത്താവ് ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നതും അവരുടെ ഭർത്താവിന്റെ കുടുംബം കാലാകാലങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ചു ജീവിക്കുന്നവരാണെന്നുള്ളത് കൊണ്ടും ആ സ്ത്രീക്കൊരു നിലപാടുണ്ടായിക്കൂടാ എന്നുള്ള ധാർഷ്ട്യത്തിനെയാണ് കടിഞ്ഞാൻ നേരിട്ടത്. ദിവ്യ എന്ന വ്യക്തി തന്റെ സഹപ്രവർത്തകൻ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അയാളിൽ ആ സ്ത്രീയുടെ കൂടെ തൊഴിൽ ചെയ്തിരുന്ന കാലങ്ങളിൽ കണ്ട നന്മയും സ്നേഹവും തുറന്നു പറഞ്ഞ് അഭിനന്ദിച്ചതിന് ശബരിനാഥിന്റെ ഭാര്യ അത് ചെയ്യാൻ പാടുണ്ടോ എന്നതായിരുന്നു ആദ്യം ഉയർന്ന ചോദ്യം. ഈ ഭാര്യ പദവിക്ക് മുന്നേ തന്നെ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തി ഒരു IAS ഉദ്യോഗസ്ഥയായിരുന്നു എന്നോർക്കണം. ശബരിനാഥ് വിവാഹം ചെയ്തത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS എന്ന സ്ത്രീയെയാണ്. താൻ അധികാരപ്പെട്ടിരിക്കുന്ന ഏത് വിഭാഗത്തിലും ഒരു തീരുമാനം നിമിഷ നേരം കൊണ്ട് എടുക്കേണ്ടി വന്നാലും പതറിപ്പോകാതെ സധൈര്യം അത് മുന്നിൽ നിന്ന് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥയാണവർ. ഓഖി വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും കോവിഡ് കാലം വന്നപ്പോഴും ഒക്കെ കേരളത്തിലെ സജീവ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥ. ഈ ഘട്ടങ്ങളിലൊക്കെ എത്രയോ വട്ടം സ്വന്തം നിലയ്ക്ക് ഉറച്ച തീരുമാനങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് ദിവ്യയുടെ ഭാഗത്തു നിന്ന്. അതൊക്കെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനോട് ചോദിച്ച്, ഭർത്താവിന്റെ പാർട്ടിക്കാരോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന തരത്തിൽ ഒരു നിലപാടില്ലാത്ത സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ അവർ ഒരിക്കലും ആ സ്ഥാനത്ത് എത്തുകയോ അവിടെ ഇത്ര കണ്ട് ജനപിന്തുണയോടെ ശോഭിക്കുകയോ ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം K മുരളീധരൻ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കോൺഗ്രസുകാർ പലരും ദിവ്യ എസ് അയ്യർക്കു നേരെ അസഭ്യ വർഷം ചൊരിയുന്നുണ്ടായിരുന്നു. കേവലം 10ാം ക്ലാസും ഗുസ്തിയുമായി രാഷ്ട്രീയ രംഗപ്രവേശനം ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയിരുന്ന് ഓരോന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ദിവ്യയെ പോലെ ഒരു തീപ്പൊരി പെണ്ണിനെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശവും അധികാരവുമാണുള്ളത്? എത്രയോ നാള് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പുസ്തകവും പഠനവുമായി മാത്രം മുന്നോട്ട് പോയവർ നേടിയെടുത്ത പദവിയാണത്. ഇല്ലാതെ പിൻവാതിൽ വഴി നേടിയെടുത്ത ഔദാര്യമല്ല. ശബരിനാഥ് അവരുടെ നിലപാടിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ സംസാരിച്ചത്. എന്നാൽ മറ്റു കോൺഗ്രസുകാർക്ക് ശബരിനാഥിന്റെ ഭാര്യ കാർത്തികേയന്റെ മരുമകൾ എന്ത് ധൈര്യത്തിലാണ് പിണറായിയെയും ഇടതുപക്ഷത്തിനെയും പിന്തുണച്ചതെന്നാണ് അറിയേണ്ടത്. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്ക് നിലപാടുണ്ടാകാൻ പാടില്ല എന്ന കോൺഗ്രസുകാരെ ആരാണ് പഠിപ്പിച്ചത്? ശബരിനാഥിനെ വിവാഹം ചെയ്തത് കൊണ്ട് ദിവ്യ കോൺഗ്രസുകാരിയായോ? ശബരിമല തീർത്ഥാടന സമയത്ത് അവിടെ കീർത്തനം ആലപിച്ചത് കൊണ്ട് ദിവ്യ BJP അനുഭാവിയായോ? രാകേഷിന്റെ നന്മ പറഞ്ഞത് കൊണ്ട് ദിവ്യ കമ്മ്യൂണിസ്റ്റുകാരിയായോ? അന്നൊന്നും മറ്റു പാർട്ടിക്കാർക്ക് ആർക്കും ഇല്ലാത്ത വേദനയാണ് ഇപ്പോൾ കോൺഗ്രസുകാർക്ക്. ഇതാണ് കോൺഗ്രസുകാരുടെ സ്ത്രീകളോടുള്ള നിലപാട്. എന്തൊരു സ്ത്രീ വിരുദ്ധതയാണ് ഓരോ കോൺഗ്രസുകാരനും. കഴിഞ്ഞ ദിവസം പിണറായി പറഞ്ഞതാണ് ശരി. ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് ഒരുതരം പുരുഷാധിപത്യം തന്നെയാണ്. ഒരു സ്ത്രീ ഉറക്കെ അവരുടെ മനോഭാവം വിളിച്ചു പറയുന്നതിന് ഇത്ര കണ്ട് ആക്ഷേപിക്കുന്ന കോൺഗ്രസുകാരൊക്കെ അധികാരത്തിൽ കയറിയിരുന്നാൽ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താകുമെന്ന് ഓർക്കണം. ഇന്നത്തെ കാലത്ത് നിലപാടുള്ള സ്ത്രീയെ നിലവറയ്ക്കുള്ളിൽ കൂട്ടിടണമെന്ന് ചിന്തിക്കുന്ന പുരുഷാധിപത്യത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തിലേക്ക് വണ്ടി കിട്ടാത്ത എല്ലാവരും പിന്നിൽ നിന്ന് അവരുടെ സംസ്കാരത്തിനൊത്ത് അമ്പും വാളും ബോംബുമായി സ്വന്തം വാക്കുകൾ ദിവ്യക്കെതിരെ പ്രയോഗിക്കട്ടെ. പക്ഷേ നിലപാടുള്ള ഒരു സ്ത്രീയുടെ ശബ്ദത്തിന് ഉയർന്നു കേൾക്കുന്ന കയ്യടികൾ ഇതുകൊണ്ടൊന്നും നിലക്കില്ല.